82 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. പൂനെയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി ഞങ്ങളുടെ മുംബൈ പ്രതിനിധി ആ, ശ്രീനാഥ് ചന്ദ്രൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നാണ് നമ്മുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ഗാഡ്ഗിലിനെ പോയി കണ്ടതും ഏറ്റവും അവസാനമായി നമ്മുടെ 24 പ്രതിനിധി അദ്ദേഹത്തെ കാണുന്നതും ഈ സന്ദർശനത്തോടെയാണ്. 2024 ജൂലൈ 31 മാധവ് ഗാഡ്ഗിൽ അന്ന് നമ്മോട് പറഞ്ഞു. These are areas which are all the more susceptible to landslides. So that's combining those three, hilly terrain, steep slopes and high rainfall. Those three combined together along with increasing interventions mean greater and greater livelihood of landslides. Yes, ESZ1 we call it, which is highly sensitive. 2024 ജൂലൈ 31 മാധവ് ഗാഡ്ഗിൽ ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനോട് ഇങ്ങനെ സംസാരിച്ചത്. മുംബൈയിൽ നിന്ന് വീണ്ടും ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തെ നല്ല ആരോഗ്യാവസ്ഥയിലായിരുന്നു. എന്തായിരുന്നു കേരളത്തെക്കുറിച്ച് അദ്ദേഹം ഈ പറയാതെ നമ്മോട് പറഞ്ഞത്? കാരണം അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടായിരുന്നു. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഗ്രാമസഭകളും ആദിവാസികളും ഒക്കെ നടപ്പിലാക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം. പറയും. എസ് കെ, പലപ്പോഴും കേരളത്തിൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അഭിപ്രായം തേടി പോകാറുള്ളത് മാധവ് ഗാഡ്ഗിലിന്റെ അടുത്തായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അങ്ങനെ ഒരു ആശങ്ക മുന്നോട്ട് പങ്കുവച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സമീപകാലത്ത് ഏതാണ്ട് 3-4 തവണ അദ്ദേഹത്തിന്റെ അഭിമുഖം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ആ 3-4 തവണ ഞാൻ അവിടെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ കണ്ടതായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് പിന്നാലെ. അന്ന് പൊതുവെ പറഞ്ഞു കേട്ടത് മഴ വലിയ തോതിൽ കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് എന്നൊരു വാദം ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു ബൈറ്റിൽ അദ്ദേഹം പറയുന്നത്. വെറുമൊരു മഴ കുറച്ചധികം ശക്തി പെയ്തത് കൊണ്ട് മാത്രം ഒരു ദുരന്തത്തിലേക്ക് പോയതല്ല. അതിനപ്പുറത്തേക്ക് പരിസ്ഥിതി ലോല മേഖലയാണത്. അവിടെ ഖനനമടക്കമുള്ള പ്രവർത്തനങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതൊന്നും അവിടെ പാടില്ലാത്തതാണ്. എന്നാൽ പോലും അതൊന്നും തടയാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ തടയാനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് പെട്ടെന്ന് പെയ്ത മഴയെ മാത്രം പഴിച്ചുകൊണ്ട് ഈ ഒരു ദുരന്തത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. നേരത്തെ പുത്തുമല ദുരന്തമുണ്ടായ സമയത്ത്, കവളപ്പാറ ദുരന്തമുണ്ടായ സമയത്തും അദ്ദേഹത്തെ കണ്ടിരുന്നു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആശങ്ക തനിക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. വരും വർഷങ്ങളിലും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യവും ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. അങ്ങനെ ഒരു വ്യക്തമായ റിപ്പോർട്ടും തയ്യാറാക്കി നൽകിയതാണ്. ആ റിപ്പോർട്ടുകളെ അതേപടി അവഗണിച്ചതുകൊണ്ടാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് പോകുന്നത്. ഇനിയും സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഇതിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റൂ എന്നുള്ള ആശങ്ക അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സിൽവർ ലൈൻ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പുയർന്ന സമയത്തും അദ്ദേഹത്തെ കണ്ടിരുന്നു. അന്നും അദ്ദേഹം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഈ പരിസ്ഥിതിയെ മറന്നുകൊണ്ട് ഉള്ള വികസന പ്രവർത്തനങ്ങൾ ഒരിക്കലും അത് ശാശ്വതമല്ല. അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതൊക്കെ വെറുതെ പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടായിരുന്നു. ഓരോ മേഖലയെക്കുറിച്ചും, ഇപ്പോൾ മേപ്പാടി അടക്കമുള്ള മേഖലകളെ കുറിച്ചുള്ള ചോദ്യത്തിന് ഓരോ വില്ലേജ് കണക്കിനും അദ്ദേഹത്തിന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി അറിയാം. അതിപ്പോഴും ഓർത്തു വെക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകനായ ഡോക്ടർ VS വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ വിജയൻ, പറയൂ, മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന അപാരമായ പരിസ്ഥിതി പ്രേമിയായ ആ മനുഷ്യൻ യാത്രയായി. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തും പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന് മാത്രം തീരുമാനമെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹം 1975 ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അന്ന് ഞാൻ എൻ്റെ എന്താ പറയുക, ശൈശവകാലം എന്നൊക്കെ പറയില്ലേ, ഞാനൊരു PhD തീസിസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് പുള്ളി എന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് ഒരു വിസിറ്റിംഗ് സയൻറ്റിസ്റ്റായിട്ട് വിളിച്ചത്.
അത് പ്രധാനമായിട്ട് പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട 3 സാങ്ച്വറികൾ, ഒരുമിച്ച് കിടക്കുന്ന 3 സാങ്ച്വറികൾ, അത് ബണ്ടിപ്പൂർ, മുതുമല ആൻഡ് നമ്മുടെ നാഗർഹോളെ, ഇതുണ്ട്, വേറൊട്ടി ഉണ്ടല്ലോ, വയനാട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു ബയോസ്ഫിയർ റിസർവ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു അദ്ദേഹത്തിന്. അപ്പം അതിനുവേണ്ടി സർവേ ചെയ്യുന്നതിന് വേണ്ടി എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നെ അവിടെ നിന്നൊരു തുടർ കഥയാണ്. അപ്പോൾ ഏറ്റവും ഇംപ്രസീവായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് നേച്ചർ കൺസർവേഷൻ. അപ്പോൾ അത് അദ്ദേഹം പറയുന്നതും ഇപ്പം ഞാൻ പറയുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് എന്ത് വികസന പ്രവർത്തനമായാലും പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ളതായിരിക്കണം അതെന്നുള്ളതാണ്. പരിസ്ഥിതിയെ വിട്ടിട്ട് നമുക്ക് ഒരു വികസനവും പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പോ അതിനുശേഷം അത് നടന്നതാണ്. അതിനുശേഷമാണ് നമ്മുടെ ഇത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നത്. അത് വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ജയറാം രമേശ് മന്ത്രിയായിരുന്നപ്പോൾ, കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു കമ്മിറ്റിയാണ് പശ്ചിമഘട്ടത്തിനെ കുറിച്ച് പഠിച്ചിട്ട് അവിടെ എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അവിടെ ഏറ്റവും ആയിട്ട് നോക്കേണ്ട സ്ഥലങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതിന് സമയപരിധിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളെല്ലാവരും 14 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ്. അതിൽ മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അദ്ദേഹത്തെ അപ്പോഴാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയുടെ എന്താ പറയുക കൂർമ്മത എന്നാണ് എനിക്ക് അറിഞ്ഞുള്ള അത് മനസ്സിലായത് അപ്പോഴാണ്. നമ്മൾ കൂടിയിരുന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങളാണ് ആളെ മനസ്സിലാകുക. അപ്പോൾ ആള് ഒരു ഭയങ്കര മനുഷ്യനായിരുന്നു, ഒരു ഇന്റലക്ച്വൽ ജൈജാൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു. ഡോക്ടർ വി എസ് വിജയൻ പരിസ്ഥിതി പ്രവർത്തനമാണ് സംസാരിച്ചത്. അദ്ദേഹം ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ക്ലോസായി വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു ഡോക്ടർ വി എസ് വിജയൻ. ഗാഡ്ഗിലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം തന്നെയായിരുന്നു. 2010 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അദ്ദേഹത്തെ ഇതിനായി നിയോഗിച്ചത്. ദൗത്യം പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. 2011 അദ്ദേഹം നേതൃത്വം കൊടുത്ത സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. പശ്ചിമഘട്ടത്തെ പൂർണ്ണമായും പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തു. ജനകീയ പരിസ്ഥിതിവാദം, പരിസ്ഥിതി സംരക്ഷണം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങാതെ ഗ്രാമസഭകൾ വഴി ജനങ്ങളിൽ എത്തണമെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെന്ന് കൂടുതൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ പിൽക്കാലത്ത് ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം കൂടുതൽ അംഗീകരിക്കപ്പെട്ടു. അതിരപ്പള്ളി പോലുള്ള പദ്ധതികൾ പ്രകൃതിക്ക് വിനാശം ചെയ്യുമെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതൊക്കെ അദ്ദേഹത്തിന് കുറേ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തി. 2018 19 കേരളത്തിലെ പ്രളയകാലത്ത് ഗാഡ്ഗിൽ റിപ്പോർട്ട് അവഗണിച്ചതിൻ്റെ ഫലമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. 1942 മെയ് 24 മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച മാധവ് ഗാഡ്ഗിൽ ചെറുപ്പം മുതലേ പ്രകൃതിയോടും ശാസ്ത്രത്തോടും വലിയ താല്പര്യം കാണിച്ചു. അച്ഛൻ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആസൂത്രണ കമ്മീഷൻ മുൻ ഉപാധ്യക്ഷനുമായിരുന്നു. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹം ബിരുദം സമ്പാദിച്ചത്. മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഹാർഡ്വാർഡ് സർവകലാശാലയിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടാണ് ഹാർഡ്വാർഡിൽ നിന്ന് ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഏറ്റവും വലിയ ഗവേഷകനായി മാധവ് ഗാഡ്ഗിൽ മടങ്ങി വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം നികത്താനാവാത്തൊരു നഷ്ടമുണ്ടാക്കും. ഒരുപക്ഷെ 2011 ഇറങ്ങിയ ഗാഡ്ഗിൽ റിപ്പോർട്ട് പിന്നെയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതിൽ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുന്ന ഒരുപാട് തെളിവുകൾ അദ്ദേഹം വിനാശകാരിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നതും അതുപോലെ പ്രകൃതിക്ക് ദുരന്തമുണ്ടാക്കുന്ന പല നിർമ്മിതികളെക്കുറിച്ചും പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും പരിസ്ഥിതി പ്രേമികൾക്കുമെല്ലാം വലിയൊരു നഷ്ടമാണ്
എന്നുകൂടി ഞങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.